കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്കെല്ലാം പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പകൽക്കാലം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ 7 പൊൻനിലവിളക്കിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ 7 നിലവിളക്കെന്ന് പറയുന്നത് 7 സഭകളാകുന്നു എന്ന് വ്യക്തമായിട്ട് അതേ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെയാണ്. അപ്പോൾ നിലവിളക്ക് സഭയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സഭയെന്ന് പറയുന്നത് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയെ നിലവിളക്കിനോട് ഉപമിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ നടുവിലാണ് യേശു കർത്താവ് ഇറങ്ങി നിൽക്കുന്നത്. ഈ നിലവിളക്കെന്ന് പറയുന്നത് കരിന്തിരി കത്തുന്ന നിലവിളക്കല്ല, കെട്ടുപോകുന്ന ഒരു നിലവിളക്കല്ല. അതെപ്പോഴും ജ്വലിച്ച് പ്രകാശിക്കുന്ന, പ്രകാശം പരത്തുന്ന, വെളിച്ചമായി നിലനിൽക്കുന്ന നിലവിളക്കാണ്. സഭ നിലവിളക്കാണെങ്കിൽ സഭ ഭൂമിയിൽ വിളക്കായി നിലനിൽക്കണം, വെളിച്ചമായി നിലനിൽക്കണം. ഇരുട്ടിൽ പാർക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന നിലവിളക്കായി സഭ നിലനിൽക്കണം. സഭയെന്ന് പറയുന്നത് ദൈവമക്കൾ കൂടി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദൈവ പൈതലും വിളക്കായി പ്രകാശം പരത്തുന്നവരായിരിക്കണം. ഈ ലോകം അന്ധകാരത്തിൻ്റെ ലോകമാണ്. അന്ധകാര നിബിഡമായിരിക്കുന്ന ഈ ലോകത്തിൽ സഭയായിരിക്കുന്ന ഈ നിലവിളക്ക് അന്ധകാരത്തെ കീഴടക്കിക്കൊണ്ട് മുന്നേറുന്ന സഭയായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ നടുവിലാണ് യേശു കർത്താവ് ഇറങ്ങി നിൽക്കുന്നത്. എന്നാൽ എല്ലാ സഭയുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഉണ്ട് എന്ന് പറയുവാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയുള്ള സഭയുടെ നടുവിലാണ് യേശുവിൻ്റെ സാന്നിധ്യമുള്ളത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തിന് നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ മാത്രം ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ പോരാ. കൂട്ടായ്മയ്ക്കും കൂടിവരവിനും ഉപവാസ പ്രാർത്ഥനയ്ക്കും ഓൾ നൈറ്റ് പ്രയറിനും മറ്റ് ആത്മീയ കൂടിവരവിലും കൂടി വരുമ്പോൾ മാത്രം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ പോരാ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ യേശു കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറയുടെ നടുവിൽ യേശു എഴുന്നള്ളി നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. സഭ നാം ഒരുമിച്ച് കൂടുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ, നമ്മുടെ ഭവനത്തിൻ്റെ നടുവിൽ, നമ്മുടെ തലമുറയുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. കെട്ടുപോകാത്ത വിളക്കായി കർത്താവിൻ്റെ വരവ് വരെയും നിലനിൽക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ വിനയപ്പെടുത്താം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.